Watch India's largest kids library only on Jio Hotstar. Download the app now. ജെനി, ജോഡി, എന്താ ഇതൊക്കെ? ഞാൻ നിങ്ങൾക്ക് പേപ്പേഴ്സ് ഔട്ട് ചെയ്ത് തന്നതല്ലേ, എന്നിട്ട് ഇത്ര കുറവ് മാർക്ക്? മമ്മി, ഞങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പക്ഷേ രുദ്രയാണ് വരുന്നത്. ഞങ്ങൾ രാവും പകലും പഠിച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. ഞങ്ങൾക്ക് തോന്നുന്നത് എല്ലാ ടീച്ചേഴ്സും രുദ്രയെ ഫേവർ ചെയ്യാണെന്നാണ്. രുദ്ര ആ സ്കൂളിലുള്ളത് വരെ നിങ്ങൾ ഒരിക്കലും ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ പോകുന്നില്ല. ഞാനൊരു കാര്യം പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതാ രുദ്രയെ സ്കൂളിൽ നിന്ന് തന്നെ പുറത്താക്കുന്നതായിരിക്കും. സത്യാണോ മമ്മി? പക്ഷെ അതെങ്ങനെ സാധിക്കും? അത് കൊള്ളാലോ. ഇനി എന്റെ കളി കണ്ടു രസിക്കേ. ഇത്രയും വലിയ രൂപത്തിൽ രുദ്രയുടെ തൊണ്ടയിൽ എങ്ങനെയാ കയറി പറ്റുന്നത്? ഈ സൈസിൽ തന്നെയാ നിങ്ങൾ രുദ്രയെ അറ്റാക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ ചവിട്ടി കൊല്ലും. സൂക്ഷിക്കണം. രുദ്രയുടെ അടുത്ത് ചെന്ന ശേഷം നിങ്ങൾ ചെറിയ സൈസായി മാറിയാൽ മതി. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് വലുതും ചെറുതുമാവാൻ സാധിക്കും. പോകൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. La 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 കുട്ടികളെ, എല്ലാരും എത്തിക്കഴിഞ്ഞില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ കുട്ടികളെ? ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു വന്ന കാര്യം ആരാ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്? സൂക്ഷിക്കണം. ഈ റെഡ് ഓക്സിജന്റെ യൂസ് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. വളരെ ചെറിയ ക്വാണ്ടിറ്റി വേണം യൂസ് ചെയ്യാൻ. ഇത് കാരണം നിങ്ങളുടെ മാജിക്കൽ പവേഴ്സ് എൻഹാൻസ് ആവുന്നത് ഉറപ്പാണ്. പക്ഷേ ഒരുപക്ഷെ ടോട്ടൽ ജാറും തകർന്നു പോയാൽ അപ്പൊ ടോട്ടൽ ക്ലാസും ബ്ലാസ്റ്റ് ആയി മായമായി മറഞ്ഞു പോകും. സോ വളരെ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. ജോഡി, നമുക്ക് കളി തുടങ്ങാം. സർ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാം. സോറി ഈ വെള്ളം കുടിക്ക. അയ്യോ, ഇതെന്താ വെള്ളമോ? ജോഡി, രക്ഷപ്പെട്ടോ. മമ്മി ഇത് നമ്മളോട് പറഞ്ഞില്ലല്ലോ. എന്നാലും മമ്മി നമ്മളോട് ഇത് പറഞ്ഞില്ലല്ലോ. ഇതുപോലത്തെ ഒരു അപകടം വരുമെന്ന് മമ്മി പറഞ്ഞില്ലായിരുന്നല്ലോ. ഒരുപക്ഷെ നമ്മൾ രുദ്രയുടെ വയറ്റിനകത്ത് പോയാ പിന്നെ എല്ലാ കാര്യവും പോക്കാ. നീ വിഷമിക്കാതിരിക്കും. നമ്മൾ അങ്ങനെ വയറ്റിനകത്തേക്കൊന്നും പോവില്ല. നല്ലോണം മുറുക്കെ പിടിക്കേ. ഇനി രുദ്രയുടെ തുമ്മലും ചുമയും മറ്റുള്ളവരുടെ അടുത്തേക്ക് പകരാൻ പോവുക. നോക്കിക്കോ, ഇനിയാണ് നമ്മുടെ കളി ശരിക്കും തുടങ്ങാൻ പോകുന്നത്. രുദ്ര, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇന്ന് പെട്ടെന്ന് നിനക്ക് എന്താ പറ്റിയത്? പറ. ഞാൻ ഓക്കെയാണ് സർ. പക്ഷെ എന്താന്നറിയില്ല, പെട്ടെന്ന് ഭയങ്കരമായിട്ട് ചുമ വന്നു. സോറി സർ.
രുദ്ര, ഈ ക്ലാസ്സിലെ കുട്ടികൾക്ക് എന്താ പറ്റിയത്? അറിയില്ല, പെട്ടെന്ന് രുദ്രയ്ക്ക് ചുമയും തുമ്മലൊക്കെ വന്നു തുടങ്ങി. അതിനുശേഷം ടോട്ടൽ ക്ലാസ്സും ചുമക്കാനും തുമ്മാനും തുടങ്ങിയിരിക്കുക. ഏതാണ്ട് ഒരു അപകടം പിടിച്ച രോഗത്തിന്റെ ഇൻഫെക്ഷനാ രുദ്രയ്ക്ക് പറ്റിയിരിക്കുന്നത്. മിസ്റ്റർ മാത്തീഷ്യൻ, നിങ്ങൾ തന്നെ രുദ്രയ്ക്ക് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കൂ. നിങ്ങളുടെ കൈവശം ഒരുപാട് മരുന്നുള്ളതല്ലേ? അത് ശരിയാ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. അത് ഞാൻ എവിടെയാ വെച്ചത്? ഇവിടെയാണല്ലോ. ആ, കിട്ടിപ്പോയി. ഇത് തന്നെ. ഇന്ന പിടിച്ചോ രുദ്ര, ഇത് ആദ്യം കുടിക്ക്. ഈ മരുന്ന് എന്തൊരു കയ്പാ. സോറി. ഓ നോ 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 നോ, ആ ഇൻഫെക്ഷൻ എന്നെ ബാധിക്കരുത്. ഇവിടെയാണല്ലോ വെച്ചത്. ചേടാ, ഞാനങ്ങ് മറന്നു പോയല്ലോ. ഈ രണ്ട് കെമിക്കൽസും ഒരുമിച്ച് കുടിച്ചാൽ റിയാക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏത് തരം റിയാക്ഷൻ അത്? ചേടാ, ഞാൻ ആന്റിഡോട്ട് എവിടെയാ കൊണ്ടുപോയി വെച്ചത്? എവിടെയാ വെച്ചത്? എത്ര തെരഞ്ഞിട്ടും കിട്ടുന്നില്ലല്ലോ. ആന്റിഡോട്ട് കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് സഹായിക്ക്. Zbajsko, sakum, stropo! രുദ്ര, താങ്ക് യു രുദ്ര. പക്ഷെ നീ ഇപ്പൊ ഈ ക്ലാസ് വിട്ട് പുറത്ത് പോയേ പറ്റൂ. പ്ലീസ്, ആദ്യം ചെന്ന് നീ നിന്റെ രോഗത്തിന് ട്രീറ്റ്മെന്റ് എടുക്ക്. രുദ്ര, നീ നിന്റെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുക്കൂ. ചെല്ലു. Okay, teacher. Sorry, sir. കൊള്ളാലോ, എന്റെ തൊണ്ടവേദന ശരിയായി. രുദ്ര, പെട്ടെന്ന് നിനക്കിത് എന്താ പറ്റിയത്? എനിക്കറിയില്ല. തൊണ്ടയിൽ എന്തോ അടച്ചതുപോലെ. ഇവിടെ എന്തായി സംഭവിക്കുന്നത്? ആരാ ഇങ്ങനെയൊക്കെ ചെയ്ത്? സെക്യൂരിറ്റി, സോറി. അത് പിന്നെ ഞാൻ കാരണമാ. അടുത്ത 2 മണിക്കൂർ ഡിറ്റൻഷനാ നിങ്ങൾക്ക്. നിങ്ങളിത് കണ്ടോ? അവന് എന്തുമാത്രം അപകടം പിടിച്ച രോഗമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ എല്ലാരിലേക്കും അത് പകർന്നുകൊണ്ടേയിരിക്കുക. ഒരുപക്ഷെ മാത്തീഷിന് ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് മറ്റാർക്കും ശരിയാക്കാൻ കഴിയില്ല. അവനെ കുറച്ചു ദിവസത്തേക്കെങ്കിലും ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ. അല്ലെങ്കിൽ ഈ രോഗം എല്ലാവർക്കും പടർന്നു പിടിക്കും. ശരി, അവനെ കുറച്ചു ദിവസത്തേക്ക് വീട്ടിലേക്ക് പറഞ്ഞയക്കാം. രുദ്ര, രുദ്ര, നീ കുറച്ചു ദിവസം വീട്ടിൽ പോയി വിശ്രമിക്കൂ. നിന്റെ ഈ രോഗം ഭേദമാകുന്നത് വരെ. അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ബാധിക്കും. മാഡം, അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ എന്റെ അടുത്തേക്ക് വരണ്ട. കുറച്ച് മാറി നിന്ന് സംസാരിക്കൂ. അല്ലെങ്കിൽ
എനിക്കും ഈ രോഗം ബാധിക്കാൻ സാധ്യതയുണ്ട്. ആ, എന്റെ തീരുമാനം ഫൈനലാണ്. നീ സാധനങ്ങൾ പാക്ക് ചെയ്യൂ, വീട്ടിലേക്ക് പോകൂ. ഈഗിൾമാൻ നിന്നെ വീട്ടിലെത്തിക്കും. ശരിയായ ശേഷം വരൂ, ഓക്കെ? മിസ് സെക്യൂരിറ്റി, രുദ്രയെ വീട്ടിലേക്ക് പറഞ്ഞയക്കൂ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? നിന്റെ ഈ ചുമയും തുമ്മലും കാരണം എല്ലാരും ഒരു വഴിയായിരിക്കാണ്. എന്റെ ഈ ചുമയും തുമ്മലും ഒന്ന് നിർത്താൻ ഞാൻ മാജിക്കൽ കഷായം ഉണ്ടാക്കി കുടിക്കാം. എന്നിട്ട് നോക്കാം. Кибайска, зибайска, миксо. ഈ കഷായം കുടിച്ചപ്പോ തന്നെ നല്ല സുഖം തോന്നുന്നുണ്ട്. എല്ലാം മാറിന്ന തോന്നുന്നത്. ആഹാഹാ. ആ, എന്റെ കുട്ടികളെ, നിങ്ങൾക്ക് എന്തു പറ്റി? മമ്മി, രുദ്ര വളരെ കയ്പുള്ളൊരു കഷായം കുടിച്ചിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഈ രൂപത്തിലായി തീർന്നു. നോ പെയിൻ നോ ഗെയിൻ. എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റൂ. സാരമില്ല, ഞാൻ നിങ്ങൾക്ക് മറ്റൊരു മാജിക്കൽ പവർ തന്നേക്കാം. ഇനി ഒരു കഷായവും നിങ്ങളുടെ മേൽ ബാധിക്കാത്ത തരത്തിൽ. രുദ്ര, നമ്മൾ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? കാരണമുണ്ട്. കാരണം ആരും ഇവിടേക്ക് വരാറില്ല. ഇത് നോർമൽ ചുമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉള്ള സമയത്ത് എല്ലാരും ചുമക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോയ ശേഷം എല്ലാവരുടെ ചുമയും മാറുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഒരു പക്ഷെ ഇൻഫെക്ഷൻ ഉണ്ടായാൽ പിന്നെ എല്ലാരും ചേർന്ന് ചുമക്കേണ്ടതല്ലേ? ഇതിന്റെ പുറകെ ആരോ ഉണ്ട്. അവര് വലിയൊരു സീൻ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാണ്. എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം, അതാണ് അവരുടെ ഉദ്ദേശം. ഇതിനൊക്കെ കാരണം ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചേ പറ്റൂ. ഈ രുദ്ര പെട്ടെന്ന് എങ്ങോട്ട് അപ്രത്യക്ഷമായത്? MBTV കോറിഡോർ, ഗിവ് റിപ്പോർട്ട്. ഓ, കെമിക്കൽ ഗോഡൌണിൽ ചെന്ന് പതുങ്ങിയിരിക്കുകയാണല്ലേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. ശരിക്കൊന്ന് പ്ലാൻ ചെയ്യാൻ എനിക്ക് അല്പം കൂടി സമയം വേണം. അതുവരെ നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം. ഐഡിയ. രുദ്ര, നീ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കം ഔട്ട്. നീ വീട്ടിലേക്ക് തിരിച്ചു പോയേ മതിയാവൂ. രുദ്ര. നിനക്കൊരു കാര്യം അറിയോ? എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ കെമിക്കൽ കാരണം സ്കൂളിൽ തന്നെ ബ്ലാസ്റ്റ് ആവും. Dybajska, Sybajska, Sagum, Skabum! മുത്തശ്ശ,
ഹലോ മിസ് സെക്യൂരിറ്റി. താങ്ക് യു ജയസിംഗ് ജി. നിങ്ങൾ രുദ്രയെ വീട്ടിൽ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ, ഞാൻ വരാൻ ലേറ്റ് ആയി പോയോ? ഇല്ല, ഒരു പ്രശ്നമില്ല. നീ വിഷമിക്കേണ്ട രുദ്ര. ലൈഫിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നു പോകുന്നത് സ്വാഭാവികമാണ്. ബി ബ്രേവ്. ഞാൻ നിന്റെ തൊണ്ടയൊന്ന് എക്സ്റേ എടുത്ത് നോക്കട്ടെ. നല്ല രസമുണ്ടല്ലേ? ഷെടാ, ഇതിപ്പോ വലിയ പ്രശ്നമായല്ലോ. ജെനിയും ജോഡിയും ചേർന്ന് രുദ്രയെ വിടാതെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഒരു പ്രാവശ്യം ഇവർക്ക് നല്ലൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തേ പറ്റൂ. ജെനിയും ജോഡിയും ചേർന്ന് എന്നിൽ കൂടി ഒരുപാട് പേരെ ശല്യപ്പെടുത്തുകയാണ് മുത്തശ്ശ. മുത്തശ്ശ, നിങ്ങൾ എന്നെ സഹായിക്കുമല്ലോ അല്ലേ? എന്റെ അടുത്ത് ഒരു പ്ലാൻ ഉണ്ട്. രുദ്ര, വായിന്ന് തുറന്നേ. ഞാനൊരു മാജിക്കൽ കഷായം നിന്റെ വായിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അത് ചെന്നാൽ ഒരിക്കലും നശിക്കാത്ത ബാക്ടീരിയ പോലും ചത്തുപോകും. വീണ്ടും കഷായോ? ജെനി, ഇവിടുന്ന് ഓടിക്കോ. വേഗം വാ, ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് ഓടോ. വേഗം വേഗം ഓടിക്കോ. വേഗം വാ, ഓട്. വേഗം ഓട്. ഓടിക്കോ. ഇത് നല്ല രസമായിരിക്കും. ഹലോ ജോഡി. രുദ്ര, ഇപ്പൊ നീ എന്ത് പറയുന്നു? നമുക്കൊരു ഫുട്ബോൾ മാച്ച് അങ്ങ് തുടങ്ങിയാലോ? പിന്നെന്താ, തീർച്ചയായിട്ടും. എന്താ കളിക്കാം? കുട്ടികളെ, മമ്മി, ഇത് ഞാനാ, ജോഡി. ജോഡി നീയോ? അപ്പൊ ചെന്നി എവിടെ? ജെനിയും ജോഡിയും ബാക്ടീരിയ ബോളായിട്ട് മാറിയിട്ട് രുദ്രയ്ക്ക് രോഗം ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ്. ഇക്കാര്യം ആരും അറിയരുത്. ഇതിന്റെ പിന്നിൽ ഞാനാണെന്നുള്ള കാര്യം. എന്ത്? ജെന്നി, ജോഡി, ഇത് എന്ത് കളിയാ? നിങ്ങളുടെ രണ്ടുപേരുടെ ഈ കളി കാരണം സ്കൂളിലെ കുട്ടികൾക്ക് മുഴുവൻ ഇൻഫെക്ഷൻ വന്നിരിക്കുക. ഞാൻ ഇപ്പോൾ തന്നെ മേഡം കാനുങ്കയോട് നിങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാൻ പോവാ. No, mummy, please. We are sorry. Rudra, we are so sorry. ഷക്ലീന, അവരെ അങ്ങ് വിട്ടേക്ക്. കുട്ടികൾ അറിയാതെ ചെയ്ത തെറ്റല്ലേ, അവർക്ക് മാപ്പ് കൊടുത്തേക്ക്. ഇനി ഒരിക്കലും ഇതുപോലെ കളിതമാശകൾ പാടില്ല. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. എല്ലാവരും നല്ലോണം പഠിക്കണം കേട്ടോ.
രുദ്ര, മേഡം കാനുങ്കയോട് ഞാൻ സംസാരിച്ചോളാം. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം, കേട്ടല്ലോ? ഓക്കെ മുത്തശ്ശ. എന്നാ ശരി, ഞാൻ ഇറങ്ങുകയാണ്. Watch India's largest kids library only on Geo Hotstar. Download the app now.